ഇടുക്കിയിലെ കയ്യേറ്റം കണ്ടെത്തി ഒഴിപ്പിക്കുവാൻ പ്രത്യേക സംഘം രൂപീകരിച്ചു. കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയാണ് പുതിയ സംഘം രൂപീകരിച്ചിരിക്കുന്നത്. ജില്ലയിലെ മുഴുവൻ കയ്യേറ്റങ്ങളും പരിശോധിക്കും. കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കും. പീരുമേട്ടിലെ കയ്യേറ്റങ്ങൾ കണ്ടെത്തി ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് മന്ത്രി AP അനിൽകുമാറിനോട് ആവശ്യമുയർത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് പുതിയ ദൗത്യ സംഘത്തിന് രൂപം നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘം കയ്യേറ്റങ്ങൾ, പ്രത്യേകിച്ച് മൂന്നാർ, പീരുമേട് പോലെയുള്ള മലയോര മേഖലകളിലെ ഭൂമി കയ്യേറ്റങ്ങളും വ്യാജ പട്ടയ നിർമ്മാണങ്ങളും അന്വേഷിക്കും. വിവിധ ഘട്ടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘങ്ങളെയും ദൗത്യ സംഘങ്ങളെയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. വാഗമൺ, പരുന്തുംപാറ, ഉൾപ്പൂണി തുടങ്ങിയ പ്രദേശത്തെ കയ്യേറ്റങ്ങളും വ്യാജ പട്ടയങ്ങളും പ്രമാണങ്ങളും സംഘം പരിശോധിക്കും. സംഘത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ, സർവേ ഉദ്യോഗസ്ഥർ, ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ, പോലീസ് തുടങ്ങിയവരും ഉണ്ടായിരിക്കും. മിനിസ്റ്റർക്ക് ഈ കാര്യങ്ങൾ അദ്ദേഹം അന്വേഷണം നടത്തി അത് ബോധ്യപ്പെട്ടതുമാണ്. വരാട്ടുമേടും വാഗമണിലും മറ്റു പ്രദേശങ്ങളിലും അതുപോലെ തന്നെ പരുന്തുംപാറ, പാഞ്ചാലിമേട് അടക്കമുള്ള ടൂറിസ്റ്റ് മേഖലകളിലൊക്കെ വ്യാപകമായ കയ്യേറ്റമുണ്ടെന്നുള്ളത് മിനിസ്റ്റർക്കും ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും അങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അനധികൃതമായി കൈവശം വെച്ച് ഉള്ള ഭൂമി അത് തിരിച്ചു പിടിക്കുമെന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. ഒരു ഭൂമാഫിയ തന്നെ ഈ കാര്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഒരു ആരോപണം വളരെ ശക്തമായി നിലനിൽക്കുകയാണ്. അപ്പോൾ അനധികൃതമായി കയ്യേറിയ ഭൂമികൾ അത് തിരിച്ചു പിടിക്കുന്നതിന് ഒരു സ്പെഷ്യൽ ടീമിനെ നിയമിക്കണമെന്ന് ഞാൻ ഈ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. പീരുമേട്ടിൽ നടക്കുന്ന മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കാൻ നടപടി സ്വീകരിക്കും. വരാട്ടുമെട്ടിലെ കയ്യേറ്റം നടന്ന സ്ഥലം സംഘം സന്ദർശിക്കും. തുടർന്നുള്ള കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും നടപടിയുണ്ടാവും. കയ്യേറ്റത്തിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ കണ്ടെത്തുകയും ഇവർക്കെതിരെ നടപടിയും ഉണ്ടാകും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.